കേരളത്തിലാകെ 4 തിയേറ്ററിലാണ് ഇപ്പോൾ 2K പ്രൊജക്ഷൻ നിലവിലുള്ളത്. ആദ്യത്തെ 2K പ്രൊജക്ഷൻ തിയേറ്റർ ശ്രീധറാണ്. 2K പ്രൊജക്ഷൻ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ശ്രീധറിനകത്തേക്ക് പോകാം. കാർബൺ കത്തിച്ച് ഫിലിം പ്രൊജക്റ്റ് ചെയ്യുന്ന പഴയ പ്രൊജക്ടറുകളുടെ കാലം കഴിഞ്ഞു തുടങ്ങി. ആ സ്ഥാനം ബൾബിലൂടെ ലൈറ്റ് കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സ് വന്നു. പിന്നീട് ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ക്യൂബ്, UFO തുടങ്ങി കുറേ കാര്യങ്ങൾ വന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ടറാണ്. ഇത് 2K റെസൊല്യൂഷനിൽ ഉള്ള ഫിലിംസ് കാണിക്കാവുന്ന പ്രൊജക്ടറാണ്. ഇതിൽ ക്യൂബും കാണിക്കാം. അതിനെക്കുറിച്ച് വളരെ സാങ്കേതികമായി പറയാൻ എനിക്കറിയില്ല. കൂടുതൽ വിശദമായിട്ട് നമുക്ക് വേണ്ടി എൻ്റെ പേര് അയ്യൂബ് പറഞ്ഞു തരും. എന്താണ് ഈ പ്രൊജക്ടറിൻ്റെ പ്രത്യേകത? സാധാരണ നമ്മുടെ UFOയും ക്യൂബും ചെയ്യണത് ബിലോ 2K, അതായത് 1000 പിക്സൽ 720 പിക്സൽ ഒക്കെയാണ് ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ 2000 എബോ പിക്സലാണ് ചെയ്യുന്നത്. 2048 ആ റേഞ്ചിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഉള്ളതിനേക്കാളിലും പിക്ചറിൻ്റെ ക്വാളിറ്റി, കളർ ടോൺ അതെല്ലാം ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ഇപ്പോൾ കേരളത്തിൽ എത്ര തിയേറ്ററിലുണ്ടാവും? ഏകദേശം 4-5 തിയേറ്ററിലേ ഉള്ളൂ. എറണാകുളത്ത് ശ്രീധറിലാണുള്ളത്. ആ, പിന്നെ മൾട്ടിപ്ലക്സുകളിൽ. എന്ത് ഫോർമാറ്റിലാണ് നിങ്ങൾ ഇതിൽ ഫിലിം വരുന്നത്? ഇതിൽ JPEG ഫോർമാറ്റിലാണ് ഫിലിം വരുന്നത്. JPEG അത് നമ്മൾ സാധാരണ ഹാർഡ് ഡിസ്ക് ഫിലിം മാറിയിട്ട് ഇപ്പോൾ ഹാർഡ് ഡിസ്കിലാണ്, ഹാർഡ് ഡ്രൈവ്സിലാണ് സാധനം കൊണ്ടുവന്നിട്ട് നമ്മളത് ക്യൂബ് സെർവറിലേക്ക് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് ആ സെർവറിൽ നിന്ന് അത് പ്രൊജക്ടറിലേക്ക് വന്ന് പ്രൊജക്റ്റ് ചെയ്യണം. ഇതിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ പഴയ ബൾബോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യം? സെനോൺ ലാമ്പ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യണത്. പക്ഷേ അതിനെക്കാട്ടിലും കൂടിയ സെനോൺ ലാമ്പാണ് ഇതിൽ യൂസ് ചെയ്യണത്. ആ ലാമ്പിന് എന്ത് വിലയുണ്ടാവും? അതിന് 75,000 വരും ഒരു ലാമ്പിന്. എത്ര കാലം നിലനിൽക്കും? അത് 1500 മുതൽ 2000 മണിക്കൂർ വരെ ലൈഫുണ്ട്. ഇത് 3000 വാട്ട്സിൻ്റെ ബൾബാണ് ഇട്ടേക്കുന്നത്. അത് പല വേരിയേഷൻ ഉണ്ട്. 2000 വാട്ട്സ്, 3000 വാട്ട്സ്, 6000 വാട്ട്സ് വരെയുള്ള ബൾബുണ്ട്. 6000 വാട്ടിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് ബ്ലീച്ച് ആയി പോകും. അത് ലെങ്ത്ത് നമ്മുടെ ത്രോ കൂടുമ്പോൾ അതനുസരിച്ച് നമ്മൾ ബൾബിൻ്റെ വാട്ട്സ് കൂട്ടി കഴിയുമ്പോഴേ ആ ക്വാളിറ്റി കിട്ടും. ചെറിയ തിയേറ്ററിലൊക്കെ ചെറുത് മതി, കുറച്ചുള്ളത് മതി. ഇതിലെങ്ങനെയാണ് ഇത്, എവിടെയാണ് ഇത് ലോഡ് ചെയ്യുക? നിങ്ങൾ ഇത് ലോഡ് ചെയ്യണത് ഇവിടെയാണ്. ഇതിലൂടെ ഇതാണ് ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്കിലൂടെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 4 ഹാർഡ് ഡിസ്ക് ഉണ്ട്. ആ 4 ഹാർഡ് ഡിസ്കിലേക്ക് ഇത് സൈമിൾട്ടേനിയസ്ലി ലോഡാവും. അത് കഴിഞ്ഞിട്ട് ഈ ഹാർഡ് ഡിസ്ക്, ഈ സെർവറിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോ തവണ സിനിമ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഈ കമ്പനിക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ? അതിൽ കമ്പനിക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. പക്ഷേ എന്നാലും ഓരോ പ്രാവശ്യവും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ UFOയ്ക്ക് മാത്രമേ പെർ ഷോയ്ക്ക് ലൈസൻസ് ഉള്ളൂ. ഇത് നമുക്ക് 1 വീക്കിനാണ് ഇത് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണിക്കാം. 1 വീക്ക് ലൈസൻസ് പറയുമ്പോൾ ഈ 1 വീക്ക് അവരെന്തെങ്കിലും ഒരു സാധനം ലോക്ക് ചെയ്യും. KDM എന്ന് പറഞ്ഞാൽ കീ ഡെലിവറി മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു പാക്ക് ഉണ്ട്. ആ പാക്ക് ഇതിലിട്ടാൽ മാത്രമേ നമുക്ക് ഫിലിം പ്ലേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അവരുടെ പർട്ടിക്കുലർ ഫിലിം പ്ലേ ചെയ്യണമെങ്കിൽ ആ കീ ലോക്ക് ഉണ്ട്. അത് ആ സെർവറിൻ്റെ മാനുഫാക്ചേഴ്സ് ആരാണോ അവരാണ് നമുക്ക് സപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ക്യൂബിന് നമ്മളൊരു സിനിമ കൊടുത്താൽ ക്യൂബ് ആയിരിക്കും അത്. ക്യൂബ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓതറൈസേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇന്ന തിയേറ്ററിലേക്ക് ഇത്ര ദിവസത്തേക്ക് KDM അവർ നമുക്ക് തരും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹീറ്റിന്, അതായത് ഇതിൻ്റെ ഇപ്പം 3000 വാട്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹീറ്റായിരിക്കും. ആ ഹീറ്റ് മുകളിലേക്ക് വലിച്ചു കളയാനായിട്ട് 450 to 600 CFM ഫാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഷോക്കൊക്കെ അടിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല, അതിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളും. 3000 വാട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന് സൈഡ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു കവർ അബദ്ധവശാൽ ഓപ്പൺ ആയാലും കംപ്ലീറ്റ് സാധനം അപ്പോൾ ഷട്ട് ഡൗൺ ആവും. ഇതിൽ 3D ഫിലിംസ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 3D ഫിലിംസ് നമുക്ക് ചെയ്യാം. മലയാളത്തിൽ 2K റെസൊല്യൂഷനിൽ വന്നിട്ടുള്ള ആദ്യത്തെ സിനിമ ഉറുമിയാണ്. ഉറുമിയാണ് ആദ്യമായിട്ട് വന്നത്. ആദ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന 2K റെസൊല്യൂഷൻ ഉറുമിയാണ്. 2K കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉറുമിയാണ് ഫസ്റ്റ് 2K ഫിലിം. അപ്പോൾ അവർ അത് പക്ഷേ അനലോഗിലല്ലേ ഷൂട്ട് ചെയ്തത്? അപ്പോൾ അനലോഗിലും ആണ് ഷൂട്ട് ചെയ്തതെങ്കിലും DA ചെയ്ത് കഴിഞ്ഞിട്ട് അത് 2K റെസൊല്യൂഷൻ നമുക്ക് മറ്റേ DA ചെയ്യുന്ന സിനിമകൾ 2K റെസൊല്യൂഷനിലേക്ക് ആക്കാറില്ലേ? അത് DA ചെയ്യുമ്പോൾ അതിന് 2 ടൈപ്പ് DA ഉണ്ട്. ടെലിസിനി പോലത്തെ DA ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ കുറഞ്ഞ് 1000 പിക്സലിലേ കിട്ടുള്ളൂ. 2000 എബോ
DI വേറെയാണ്. അപ്പോൾ ആ DI ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള കൂടുതൽ എക്സ്പെൻസീവ്. ഇത് നമ്മുടെ സാധാരണ ട്രെയിലേഴ്സും പ്രൊമോസും വരുന്നത് DVD-യിലാണ്. ഈ DVD-യിൽ നമ്മളിതിങ്ങനെ സാധാരണ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഇതിൽ ഇൻജസ്റ്റ് ചെയ്യാണ് പതിവ്. ഇത് MXF ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ്. നമ്മുടെ സാധാരണ DVD പ്ലെയേഴ്സിലൊന്നും അത് വർക്ക് ചെയ്യില്ല. ഈ നമ്മുടെ സിനിമയൊക്കെ വരുന്നത് ഇതേപോലെ ഹാർഡ് ഡിസ്കിലാണ്. ഈ ഹാർഡ് ഡിസ്കിൽ സിനിമ വന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഇൻജസ്റ്റ് ചെയ്യാണ് പതിവ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് 3D കളർ വീലാണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ കളർ വീല് ഫ്രണ്ടിൽ വെച്ചിട്ട് ആ കളർ വീല് ത്രൂ ഇത് പാസ് ചെയ്താലേ നമുക്കവിടെ 3D എഫക്റ്റ് കിട്ടുള്ളൂ. ഗ്ലാസ് സെപ്പറേറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ്. അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു 3D നമ്മൾ കാണിക്കുന്നത്? പണ്ട് അനഗ്ലൈഫറാണ്. ഇത് പോളറൈസ്ഡ് ആണ്. അനഗ്ലൈഫർ ആകുമ്പോൾ റെഡും ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഫിലിമിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇത് വെക്കുന്നതുകൊണ്ട് പ്രേക്ഷകർ എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഫീൽ കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് റിയൽ 3D എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അതാകുമ്പോൾ ഗ്ലാസ് സെപ്പറേറ്റ്, അതായത് അതിൽ ബാറ്ററി ഉള്ള ഗ്ലാസ് ആയിരിക്കും. കോസ്റ്റ് കൂടുതലാണ്. ഒരു ഗ്ലാസ്സിന് 3000 രൂപ. ആ ഗ്ലാസ് ഇതിലെ സെൻസർ വെച്ച് അത് സിങ്ക് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ആ സമയത്ത് അത് ഒഴിവാക്കാനാണ് ഇത് വെക്കുന്നത്.